പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ ഇന്നേ ദിവസം ഭഗത് സിംഗിനെ കുറിച്ചാണ് പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേശീയ വിപ്ലവകാരികൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ സ്ഥാപക നേതാവാണ് നമ്മുടെ ഭഗത് സിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഇന്നേ ദിവസം നമ്മൾ ഭഗത് സിംഗിനെ കുറിച്ച് വിശദമായി പഠിക്കുകയാണ്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ അത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ എത്രത്തോളം സ്വാധീനിച്ചു വന്നു. ആരംഭിച്ചാലോ? യെസ്. ഭഗത് സിംഗ്. ഭഗത് സിംഗ് ജനിച്ചത് 1907 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ്. നിങ്ങൾ ജനിച്ച വർഷം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എവിടെ ജനിക്കുക? ഇന്നത്തെ പഞ്ചാബ് പ്രവിശ്യയുടെ ഭാഗമായ ലയാർപൂർ എന്ന സ്ഥലത്ത്. ലയാൽപൂർ. ഓക്കെ. 1924 ഇദ്ദേഹം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിൽ അംഗമായി. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടനയിൽ അംഗമായി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യമെന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ. 1926 യുവജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇദ്ദേഹം ആരംഭിച്ച ഒരു യുവജന പ്രസ്ഥാനമാണ് ഭാരത് നൗജവാൻ സഭ. ഈ ഭാരത് നൗജവാൻ സഭ സ്ഥാപിച്ചത് ഇറ്റലിയിലെ യങ് ഇറ്റാലിയൻ മൂവ്മെന്റിന്റെ മാതൃകയിലാണ്. ഈ യങ് ഇറ്റാലിയൻ മൂവ്മെന്റ് എന്ന യുവജനങ്ങളുടെ വിപ്ലവ സംഘടന സ്ഥാപിച്ചത് ആരായിരുന്നു? ഗസെപ്പെ മസീനി ആയിരുന്നു. ആരാണ്? ഗസെപ്പെ മസീനി. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഭഗത് സിംഗ് ജനിച്ചത് 1907 സെപ്റ്റംബർ മാസം 28-ാം തീയതി പഞ്ചാബിലെ ലയാൽപൂർ എന്ന സ്ഥലത്ത് വെച്ച്. 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അംഗമായി. 1926 ഭാരത് നൗജവാൻ സഭ എന്ന യുവജന വിപ്ലവ സംഘടനയ്ക്ക് തുടക്കം കുറിച്ചു. അതിന് സ്വാധീനമായത് അല്ലെങ്കിൽ മാതൃകയാക്കിയത് എന്തിനെയാണ്? ഇറ്റലിയിൽ രൂപീകരിക്കപ്പെട്ട യങ് ഇറ്റാലിയൻ മൂവ്മെന്റ്. യങ് ഇറ്റാലിയൻ മൂവ്മെന്റ് രൂപീകരിച്ചതാരാണ്? ഗസെപ്പെ മസീനിയുമാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയുന്നു 1928 സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാർ, അതായത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിൽ അംഗമായിരുന്നു അല്ലെ അദ്ദേഹം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിലെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരെ, അതായത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ വിപ്ലവ സംഘടനയ്ക്ക് ആര് നേതൃത്വം നൽകി? നമ്മുടെ ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും രാജ്ഗുരുവും സുഖദേവും. ഓക്കെ. ആരൊക്കെയാണ് നേതൃത്വം നൽകുക? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവര് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയിലെ അംഗങ്ങളായിരുന്നു. അവരിലെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായിരുന്നു ഇവര് പുതിയൊരു സംഘടന രൂപീകരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചു. സോഷ്യലിസ്റ്റ് അഥവാ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട്. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സായുധ വിപ്ലവത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക. സായുധ വിപ്ലവത്തിന് വേണ്ടിയിട്ട് കുറേയധികം സമ്പത്ത് വേണം അല്ലെ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ ആക്രമിക്കുക, കൊള്ളയടിക്കുക, ജന്മിമാരെ കൊള്ളയടിക്കുക. ഇതായിരുന്നു രീതി. ഇനി ജന്മിമാരെയോ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളോ കൊള്ളയടിച്ചാൽ അതിൽ ഒരു വിഹിതം മാത്രം സായുധ വിപ്ലവത്തിന് വേണ്ടി മാറ്റിവെക്കണം. ഭൂരിപക്ഷം ആർക്കു വേണ്ടി ചെലവഴിക്കണം? സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ പട്ടിണി മാറ്റാനായിട്ട്. അതുകൊണ്ടാണ് ഈ സംഘടനയുടെ പേര് കൃത്യമായി തന്നെ നിർവചിച്ചിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഓക്കെ. അപ്പൊ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1928 രൂപീകരിച്ചത് ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും പിന്നെ രാജ്ഗുരുവും സുഖദേവുമാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ കീഴിൽ രൂപീകരിച്ച സായുധ സേനയാണ് റിപ്പബ്ലിക്കൻ ആർമി. ഞാൻ പറഞ്ഞു സായുധ വിപ്ലവത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. അതുകൊണ്ട് തന്നെ സായുധ സേന രൂപീകരിച്ചു. അതിന്റെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി. റിപ്പബ്ലിക്കൻ ആർമിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയും ചെയ്യാം. അതിനുവേണ്ടി ഇവർ സായുധ പരിശീലനം നടത്തുന്നു. ഓക്കെ. അപ്പൊ മറക്കരുത്, റിപ്പബ്ലിക്കൻ ആർമിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്?
കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയും ചെയ്യുക. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ചിറ്റഗോങ് ആയുധപ്പുര ആക്രമിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? മറന്നു പോകരുത്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ 2 സ്ലൈഡും. അപ്പോൾ ഭഗത് സിംഗ് ജനിച്ചത് 1907 സെപ്റ്റംബർ 28 ഇവിടെ പഞ്ചാബ് പ്രവിശ്യയിലെ ലയാൽപൂർ എന്ന സ്ഥലം. 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അംഗമായി. 1926 ഒരു യുവജന വിപ്ലവ സംഘടനയ്ക്ക് തുടക്കം കുറിച്ചു, ഭാരത് നൗജവാൻ സഭ. സ്വാധീനമായത് യങ് ഇറ്റാലിയൻ മൂവ്മെന്റ്, അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഗസപ്പി മസ്വീനിയുമാണ്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചു. സ്ഥാപകർ 1 ഭഗത് സിംഗ്, 2 ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു സുഖ്ദേവ് എന്നിവർ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ കീഴിൽ രൂപീകരിച്ച സായുധ സേനയാണ് റിപ്പബ്ലിക്കൻ ആർമി. ഈ റിപ്പബ്ലിക്കൻ ആർമിയുടെ ലക്ഷ്യം എന്താണ്? ബ്രിട്ടീഷ് കോളനി ഭരണത്തെ അട്ടിമറിക്കുകയും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയും ചെയ്യാം. ആ സമയത്താണ് സൈമൺ കമ്മീഷൻ 1928 ഇന്ത്യയിലേക്ക് വരിക. സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാരൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെ സൈമൺ കമ്മീഷനെ എതിർക്കുക എന്നതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയം. ഇന്ത്യയിലെ തീവ്ര ദേശീയവാദികളും അത് പിന്തുണച്ചു. അങ്ങനെ തീവ്രവാദി നേതാവായ ലാല ലജ്പത് റോയിയുടെ നേതൃത്വത്തിൽ സൈമൺ ഗോബർഗ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സൈമൺ കമ്മീഷനെതിരെ ഒരു പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. ഈ പ്രതിഷേധ ജാഥ നടന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനായ സാൻഡേഴ്സൺ ഈ ലാല ലജ്പത് റോയി നയിച്ച ജാഥയ്ക്കെതിരെ ലാത്തി ചാർജിന് ഉത്തരവിട്ടു. ആ ലാത്തി ചാർജില് ക്രൂരമായി ജനങ്ങളെ അടിച്ചമർത്തി എന്ന് പറയാം. അതിന്റെ ഭാഗമായി മാരകമായി ലാല ലജ്പത് റോയിക്ക് പരിക്കേറ്റു. അങ്ങനെ സാൻഡേഴ്സിനെ, ആ ലാത്തി ചാർജിന് ഉത്തരവിട്ട സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് ഭഗത് സിംഗ് വെടിവെച്ച് കൊലപ്പെടുത്തി. ആരൊക്കെ? ഭഗത് സിംഗ്, രാജ്ഗുരു സുഖ്ദേവ് എന്നീ 3 പേര്. എന്തിനു വേണ്ടിയിട്ടാ? ലാല ലജ്പത് റോയിക്കെതിരെ ലാത്തി ചാർജ് നടത്താൻ ഉത്തരവിട്ട പോലീസ് ഉദ്യോഗസ്ഥനായ സാൻഡേഴ്സിനെ. ലാല ലജ്പത് റോയ് മരണമടഞ്ഞത് എന്നായിരുന്നു 1928 ഡിസംബർ 17. ആ ലാത്തി ചാർജിൽ മാരകമായി പരിക്കേറ്റു. ഒടുവിൽ അദ്ദേഹം 1928 ഡിസംബർ 17 മരിക്കുകയാണ്. മറക്കില്ലല്ലോ, ഒന്ന് റിവിഷൻ ചെയ്യാം. 1928 സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തി. ആരൊക്കെ? ഭഗത് സിംഗും രാജ്ഗുരും സുഖ്ദേവും. എന്തുകൊണ്ടാ? ലാല ലജ്പത് റോയിക്കെതിരെ ലാത്തി ചാർജ് നടത്താൻ ഉത്തരവിട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സാൻഡേഴ്സൺ എന്ന് പറയുന്നത്. ലാല ലജ്പത് റോയി മാരകമായി പരിക്കേൽക്കുകയും പിൽക്കാലത്ത് മരണമടയുകയും ചെയ്തതെന്നാണ് 1928 ഡിസംബർ 17. ഇനി നമ്മുടെ ഭഗത് സിംഗിന്റെ ഗുരുവെന്ന് പറയുന്നത് കർത്താർ സിംഗ് സരാഭായായിരുന്നു. എന്നാൽ രാഷ്ട്രീയ ഗുരു എന്നായി കണക്കാക്കുന്നത് ചന്ദ്രശേഖർ ആസാദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ? ചന്ദ്രശേഖർ ആസാദിന്റെ രാഷ്ട്രീയ ശിഷ്യനാണ്, പൊളിറ്റിക്കൽ ഡിസിപ്പിളാണ് ഭഗത് സിംഗ് എന്ന് പറയുന്നത് അല്ലെ? ഭഗത് സിംഗ് അദ്ദേഹത്തിന്റെ വിപ്ലവ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പത്രമായിരുന്നു ദ ഹിന്ദുസ്ഥാൻ. ആരംഭിച്ച മാസികയുടെ പേര് കോമ്രേഡ്. ഓക്കെ, അപ്പോ 4 കാര്യങ്ങൾ എന്തൊക്കെ? ഭഗത് സിംഗിന്റെ ഗുരുവിന്റെ പേര് കർത്താർ സിംഗ് സരാഭ. രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനിലെയും റിപ്പബ്ലിക്കൻ ആർമിയിലെയും സഹ അംഗമായ ചന്ദ്രശേഖർ ആസാദിനെ. ഭഗത് സിംഗ് ആരംഭിച്ച പത്രത്തിന്റെ പേര് ദ ഹിന്ദുസ്ഥാൻ, മാസികയുടെ പേര് കോമ്രേഡ്. ഭഗത് സിംഗിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് വൈ ഐ ആം ആൻ എത്തിസ്റ്റ്. എന്തുകൊണ്ട് താൻ നിരീശ്വരവാദിയായി? അപ്പോ മറക്കരുത്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് വൈ ഐ ആം ആൻ എത്തിസ്റ്റ്. ഇദ്ദേഹം രചനകൾ നടത്തിയിരുന്നത് സ്വന്തം പേരിലല്ല. കാരണം ദേശസ്നേഹവുമായി ബന്ധപ്പെട്ട് വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ലേഖനങ്ങൾ രചിച്ചിരുന്നത്. ആ കാലയളവിൽ ബ്രിട്ടീഷുകാർ ആ ലേഖനങ്ങൾ കണ്ടുകെട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേരിലായിരുന്നില്ല. ഇദ്ദേഹം തൂലികാ നാമത്തിലാണ് രചനകൾ നടത്തിയിരുന്നത്. എന്തൊക്കെയായിരുന്നു ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന തൂലികാ നാമം? വിദ്രോഹി, ബൽവന്ത്, രഞ്ജിത്ത് തുടങ്ങിയവ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഓരോ ലേഖനങ്ങളും ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടി എഴുതിയപ്പോൾ ഓരോ പേരിലാണ് അദ്ദേഹം എഴുതിയിരുന്നെന്നാണ് കണക്കാക്കപ്പെടുക. ഇതൊക്കെ പിന്നീട് ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടി നശിപ്പിച്ചു കളഞ്ഞു കേട്ടോ. എങ്കിലും ഒരു പരിധിവരെ ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തി എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ തൂലികാനാമം എന്ന് പറയുന്നത് എന്തൊക്കെയാ? വിദ്രോഹി, ബൽവന്ത്, പിന്നെ രഞ്ജിത്ത്. ഒന്നുകൂടെ കുറിച്ച് ചെയ്താലോ? ഗുരു കർത്താർ സിംഗ് സാരഭ. രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് ചന്ദ്രശേഖർ ആസാദ്. പത്രം ദ ഹിന്ദുസ്ഥാൻ, മാസികയുടെ പേര് കോമ്രേഡ്.
അദ്ദേഹത്തിന്റെ ആത്മകഥാ പരാമർശമുള്ള പുസ്തകമാണ് വൈ ഐ ആം എൻ എത്തിസ്റ്റ്. തൂലികാനാമം വിദ്രോഹി ബൽവന്ത് രഞ്ജിത്ത്. അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. അവർ എന്നെ കൊന്നേക്കാം, പക്ഷേ എന്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല. അദ്ദേഹം ജനങ്ങളെ നിരന്തരം ബോധവൽക്കരിക്കുന്നതിനും വിപ്ലവാശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി ശ്രമിച്ചിരുന്നു. ആ കാലഘട്ടത്ത് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ നശിപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭഗത് സിംഗ് പറഞ്ഞ കാര്യമാണ്, അവർ എന്നെ കൊന്നേക്കാം, പക്ഷേ എന്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല. അല്ലെ? തീർച്ചയായിട്ടും ഈ ഒരു സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ ദേശസ്നേഹം ഉണരുന്ന, അല്ലെ, നമുക്ക് തോന്നും. യെസ്, അത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുണ്ടായിരുന്നു ഭഗത് സിംഗിന്. അടുത്ത പറയുന്നു, ഇദ്ദേഹം മുഴക്കിയ മുദ്രാവാക്യമായിരുന്നു ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന നേതാവാണ് ഭഗത് സിംഗ്. തൂക്കുകയറിൽ കയറുമ്പോഴും അവസാനമായി ഇദ്ദേഹം മുഴക്കിയത് ഈ മുദ്രാവാക്യമായിരുന്നു, ഇൻകുലാബ് സിന്ദാബാദ്. പക്ഷേ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഒരു ഉപജ്ഞാതാവ്, മുദ്രാവാക്യം മുഴക്കിയത് ഭഗത് സിംഗ് ആണെങ്കിലും ഉപജ്ഞാതാവ് ആരല്ല? ഭഗത് സിംഗ് അല്ല. ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ്. ഓക്കെ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം. ആരാണ്? ഭഗത് സിംഗ് ആണ്. ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുഹമ്മദ് ഇക്ബാലുമാണ്. മറക്കില്ലല്ലോ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇദ്ദേഹം തൂക്കുകയറിന് മുന്നിൽ മുഴക്കി. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞപ്പോഴും മുഴക്കി. ഇതിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത് മുഹമ്മദ് ഇക്ബാലാണ്. എന്നാൽ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ് ആണോ? അല്ല. പിന്നെ ആരാണ് ആദ്യമായി ഈ മുദ്രാവാക്യം മുഴക്കുക? മൗലാന ഹസ്രത്ത് മൊഹാനി. ആരാണ്? മൗലാന ഹസ്രത്ത് മൊഹാനിയാണ് ഈ മുദ്രാവാക്യം ആദ്യമായി മുഴക്കുക. മൗലാന ഹസ്രത്ത് മൊഹാനി. ഏത് വർഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1921 ആദ്യമായി മുഴക്കിയത്, ആദ്യമായി കോയിൻഡ് ബൈ മൗലാന ഹസ്രത്ത് മൊഹാനി. മനസ്സിലായോ? ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ ആണ്. ആദ്യമായി മുഴക്കിയത് മൗലാന ഹസ്രത്ത് മൊഹാനി 1921. തൂക്കുകയറിന് മുന്നിൽ മുഴക്കിയത് നമുക്ക് പൊതുവായി പറയുമ്പോൾ ഭഗത് സിംഗ് എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, ഭഗത് സിംഗ് മുഴക്കിയ മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ് എന്നാണ്. അതിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ ആണ്. എന്നാൽ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ് അല്ല, മറിച്ച് ആരാണ്? മൗലാന ഹസ്രത്ത് മൊഹാനിയാണ്. ആദ്യമായി മുഴക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൗലാന ഹസ്രത്ത് മൊഹാനി. ഞാനിവിടെ ആദ്യം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, അത് ശ്രദ്ധയോടെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോ ഭഗത് സിംഗ് മുഴക്കിയ മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ്. അതിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ ആണ്. എന്നാൽ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരെന്ന് ചോദിച്ചാൽ മൗലാന ഹസ്രത്ത് മൊഹാനിയാണ്. ഓക്കെ. 1929 ഏപ്രിൽ 8 കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് നമ്മുടെ ബതുകേശ്വർ ദത്തും ഭഗത് സിംഗും കൂടെ ബോംബെറിഞ്ഞു. എന്തിനു വേണ്ടിയാണ് ബോംബെറിയുന്നത്? ആരെങ്കിലും അപായപ്പെടുത്താനാണോ? അല്ല. മറിച്ച് തങ്ങളുടെ വിപ്ലവകാരികളുടെ ശബ്ദം ഗവൺമെന്റ് കേൾക്കണം, വിപ്ലവകാരികളുടെ ആവശ്യം ലോകം അറിയണം എന്ന കാരണം കൊണ്ട് ലെജിസ്ലേറ്റീവ് സഭയിലേക്ക്, നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിയുകയാണ്. ബോംബെറിഞ്ഞിട്ട് ലഘുലേഖകൾ വിതരണം ചെയ്തു. എന്തായിരുന്നു ലഘുലേഖയുടെ ഉള്ളടക്കം? പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്തുവാനുള്ള കരിനിയമങ്ങൾ പാസാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അല്ലാതെ ആരെയും കൊല്ലുന്നതിനല്ല, മറിച്ച് ഇവരുടെ പ്രതിഷേധം ലോകമറിയണം. ലോകമറിഞ്ഞാൽ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നവര് ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്യും, അല്ലെ? അല്ലെങ്കിൽ ഇതേപോലെ പ്രത്യക്ഷ സമരത്തിൽ ഇറങ്ങിത്തിരിക്കും എന്നാശയം. മനസ്സിലായോ? അപ്പോ മുഴക്കിയ മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ്. അതിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ ആണ്. എന്നാൽ ആദ്യമായി മുഴക്കിയത് ആരെന്ന് ചോദിച്ചാൽ മൗലാന ഹസ്രത്ത് മൊഹാനി. 1929 ഏപ്രിൽ 8 കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. സഹായിയായി കൂടെ ഉണ്ടായിരുന്നത് ബതുകേശ്വർ ദത്താണ്. എന്തിനു വേണ്ടിയാണ് ബോംബെറിയുന്നത്?
പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട്. ഓക്കെ അല്ലേ? ഭഗത് സിംഗിനെ അറസ്റ്റ് ചെയ്ത സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് എന്നാണ്. എന്ത് പേരിൽ അറിയപ്പെടുക? ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ്. തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23 തീയതി. അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഹുസൈനിവാലയാണ്. ഈ ഹുസൈനിവാല എന്ന് പറയുന്നത് സത്ലജ് നദിക്കരയിലാണ്. ഭഗത് സിംഗിനെ 1931 മാർച്ച് മാസം 23 തീയതി തൂക്കിക്കൊല്ലുകയും അദ്ദേഹത്തിന്റെ മൃതശരീരം പോലും ബന്ധുജനങ്ങൾക്ക് വിട്ടു നൽകിയില്ല. ബ്രിട്ടീഷുകാർ തന്നെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുക. ബ്രിട്ടീഷുകാരോട് ആരഞ്ഞപ്പോൾ അവർ പറഞ്ഞു സത്ലജ് നദിയിൽ ഒഴുക്കിക്കളഞ്ഞു എന്ന്. അതായത് ദഹിപ്പിച്ചതിന് ശേഷം സത്ലജ് നദിയിൽ ഒഴുക്കിക്കളഞ്ഞു എന്ന്. അതുകൊണ്ട് അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഹുസൈനിവാല എന്ന് കണക്കാക്കുന്നു. ഇവിടെ സത്ലജ് നദിക്കരയിൽ. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തില്ല കേട്ടോ. ബ്രിട്ടീഷുകാർ തന്നെ സംസ്കരിക്കുകയും സത്ലജ് നദിയിൽ അവശിഷ്ടങ്ങൾ ഒഴുക്കിക്കളഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് റിവിഷൻ ചെയ്യാം. അവസാനം പറഞ്ഞ 3 സ്ലൈഡുകൾ. ഭഗത് സിംഗിന്റെ ഗുരു ആരാണ്? കർത്താർ സിംഗ് സാരഭ. രാഷ്ട്രീയ ഗുരു ആരാണ്? ചന്ദ്രശേഖർ ആസാദ്. പത്രം ദ ഹിന്ദുസ്ഥാൻ. മാസിക കോമ്രേഡ്. അദ്ദേഹത്തിന്റെ ആത്മകഥാ പരാമർശമുള്ള പുസ്തകം വൈ ഐ ആം എൻ എത്തിസ്റ്റ്. തൂലികാനാമം വിദ്രോഹി, ബൽവന്ത്, രഞ്ജിത്ത് എന്നിവ. അവർ എന്നെ കൊന്നേക്കാം, പക്ഷേ എന്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല എന്ന പ്രശസ്തമായ വാക്യം ആരുടേതാണ്? ഭഗത് സിംഗിന്റേതാണ്. മുഴക്കിയ മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ്. ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ. എന്നാൽ ആദ്യമായി ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് 1921 മൗലാന ഹസ്രത്ത് മുഹാനിയാണ്. 1929 ഏപ്രിൽ 8 കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. സഹായിയായി കൂടെ ഉണ്ടായിരുന്നത് ബദ്വേശ്വർ ദത്താണ്. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ട് ഈ ബോംബെറിയുന്നത്. ശ്രദ്ധ ഇവരുടെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഭഗത് സിംഗിനെ അറസ്റ്റ് ചെയ്ത സൈനിക നടപടി ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ്. തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23 തീയതി. അന്തിമശ്രമ സ്ഥലം എവിടെയാണ്? ഹുസൈനിവാല, സത്ലജ് നദിക്കരയിൽ. ഇതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. പലപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവര് കാണാറുണ്ട് ഫെബ്രുവരി 14 എന്ന ദിവസം ഭഗത് സിംഗുമായി ബന്ധപ്പെട്ടതാണ് എന്ന രീതിയിൽ, അല്ലെ? അത് ശരിയാണോ? അതായത് അതിൽ പറയുന്നത് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ഫെബ്രുവരി 14 എന്നൊക്കെയാണ്. പക്ഷെ ആ സെന്റൻസ് തെറ്റാണ്. മറിച്ച് 1931 ഫെബ്രുവരി മാസം 14 ഒരു പ്രത്യേകതയുണ്ട്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി അല്ലെങ്കിൽ അപ്പീൽ കോടതി നിരസിച്ചത് 1931 ഫെബ്രുവരി 14 കൂടാതെ വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു. അപ്പൊ 1931 ഫെബ്രുവരി 14 നമ്മുടെ ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുവാനുള്ള വിധിക്കെതിരെ അപ്പീൽ കൊടുത്തു. അപ്പീൽ നിരസിക്കപ്പെടുകയും വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു. അവസാന അപ്പീൽ നിരസിച്ചത് എന്നാണ് നമ്മൾ പറയുക. തുടർന്ന് 1931 മാർച്ച് മാസം ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും തമ്മിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ നിശിതമായി വിമർശിച്ച 3 ദേശീയ നേതാക്കളുണ്ട്. സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, CR ദാസ് തുടങ്ങി. എന്തുകൊണ്ടാണ് നിശിതമായി വിമർശിച്ചത്? ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ലക്ഷ്യമൊക്കെ നിങ്ങൾക്ക് അറിയാം, അല്ലെ? എന്തായിരുന്നു? രണ്ടാം വട്ട ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇർവിൻ പ്രഭുവും ഗാന്ധിജിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ്. ഗാന്ധിജി അംഗീകരിച്ച് ഒപ്പുവെക്കുകയും ചെയ്തു, ഞങ്ങൾ പങ്കെടുക്കാം. ആ അവസരത്തിൽ ഭഗത് സിംഗിന്റെ മോചനം മുന്നോട്ട് വയ്ക്കണമായിരുന്നു എന്ന ചിന്താഗതിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? സുഭാഷ് ചന്ദ്രബോസിനും അതോടൊപ്പം ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ചില നേതാക്കൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ അവര് വിമർശിക്കുകയും ചെയ്തു. ചരിത്രം വിലയിരുത്തുന്നതും അതാണ്. ഒരുപക്ഷെ ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ ഭഗത് സിംഗിന്റെ മോചനം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ബ്രിട്ടീഷുകാരെ ഒരുപക്ഷെ സമ്മതിച്ചേനെ. അതും ചരിത്ര താളുകളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? ഞാൻ ഈ ഫെബ്രുവരി 14 ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ ഇക്കാര്യം കൂടെ സൂചിപ്പിച്ചതാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ബാക്കി നമുക്ക് പഠിക്കാം.
ഒരു സ്ലൈഡിൽ കൂടെയുള്ള കാര്യങ്ങൾ. ഇദ്ദേഹത്തെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി എന്ന് വിളിക്കുന്നു. കാരണം സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് ഇദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ മാസിക നമ്മൾ പഠിച്ചു, കമ്രാഡ് അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. ഷാഹിദ് ഇ അസം രക്തസാക്ഷികളിലെ രാജകുമാരൻ എന്ന ഭഗത് സിംഗിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു. രക്തസാക്ഷികളിലെ രാജകുമാരൻ എന്ന അഥവാ ഷഹീദ് ഇ അസം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ഓക്കെ, പക്ഷേ ഗാന്ധിജി ഇർവിനുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ ഭഗത് സിംഗിന്റെ ജയിൽ മോചനം ഉന്നയിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ സാധിച്ചേനെ എന്നും ചരിത്രം വിലയിരുത്തുന്നുണ്ട്. എന്തായാലും PS ചോദിക്കാറുണ്ട്, ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ആര്, അല്ലെങ്കിൽ രക്തസാക്ഷികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര്? ആരാണ്? ഭഗത് സിംഗ് ആണ്. അങ്ങനെ ആരാ വിശേഷിപ്പിച്ചേ? ഗാന്ധി. ഓക്കെ അല്ലേ? ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി എന്നറിയപ്പെടുന്നതുമാര് തന്നെയാണ് ഭഗത് സിംഗ് തന്നെയാണ്. പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്താലോ? എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഭഗത് സിംഗ് ജനിച്ചത് 1907 സെപ്റ്റംബർ 28 ഡേറ്റ് ഓർമ്മിച്ചു വെക്കുക. ജനിച്ചത് പഞ്ചാബിലെ ലാൽപൂർ എന്ന സ്ഥലത്ത് വെച്ച്. 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അംഗമായി. 1926 യുവജന സംഘടനയായ യുവജന വിപ്ലവ സംഘടനയായ ഭാരത് നൗജവാൻ സഭ സ്ഥാപിച്ചു. സ്വാധീനം യങ് ഇറ്റാലിയൻ മൂവ്മെന്റിന്റെ മാതൃകയിൽ. യങ് ഇറ്റാലിയൻ മൂവ്മെന്റിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഗ്യൂസെപ്പെ മസ്സീനിയാണ്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചു. സ്ഥാപകർ ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു സുഖ്ദേവ് കൂടാതെ ഭഗത് സിംഗ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ കീഴിൽ രൂപീകരിച്ച സായുധ സേനയാണ് റിപ്പബ്ലിക്കൻ ആർമി എന്ന പേരിൽ അറിയപ്പെടുക. റിപ്പബ്ലിക്കൻ ആർമിയുടെ ലക്ഷ്യം കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയും ചെയ്യാം. സായുധ വിപ്ലവത്തിന് ആയുധങ്ങൾ വേണം. ആയുധങ്ങളില്ലെങ്കിൽ തയ്യാറാക്കാൻ സമ്പത്ത് വേണം. പരിശീലനത്തിന് സമ്പത്ത് വേണം. അതിനുവേണ്ടി ജന്മിമാരെയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങളും കൊള്ളയടിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി നടന്നതാണ് നമുക്കറിയാം ചിറ്റഗോങ് ആയുധപരാക്രമണവും പിന്നെ ട്രെയിൻ റോബറിയും ഒക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചിരുന്നു, നിങ്ങളുടെ മനസ്സിലുണ്ട്. യെസ്. അപ്പോ ഇവരുടെ ലക്ഷ്യം എങ്ങനെയാണെങ്കിലും ഒരു പങ്കാളിത്തം കുറവായിരുന്നു. മറ്റ് ദേശീയ നേതാക്കളൊന്നും തന്നെ ഭഗത് സിംഗിന്റെയും ചന്ദ്രശേഖർ ആസാദിന്റെയും നേതൃത്വത്തിലുള്ള ഈ ഒരു സായുധ വിപ്ലവത്തിന് സഹായം നൽകിയില്ല. പ്രത്യേകിച്ച് ഗാന്ധിജിയും ഗാന്ധിജിയുടെ അനുയായികളും ഒക്കെ നിസ്സഹകരണ സമരം അല്ലെങ്കിൽ അഹിംസയിൽ അധിഷ്ഠിതമായ സമരത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ഒരുപക്ഷെ സായുധ വിപ്ലവത്തിന് മറ്റ് ദേശീയ നേതാക്കള് സഹായം നൽകിയിരുന്നുവെങ്കിൽ, ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ബ്രിട്ടീഷുകാരെ വളരെ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ സാധിച്ചേനെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വേഗത്തിലാക്കിയേനെ എന്നും തീവ്ര വിപ്ലവകാരികൾ ഇന്നും വിശ്വസിക്കുന്നു. 1928 സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തി. ആരൊക്കെ ചേർന്ന? ഭഗത് സിംഗ്, രാജ്ഗുരു സുഖദേവ് എന്നിവർ ചേർന്ന്. ലാല ലജ്പത് റോയ്ക്കെതിരെ ലാത്തി ചാർജ് നടത്താൻ ഉത്തരവിട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സാൻഡേഴ്സൺ. എന്തിനാ ലാല ലജ്പത് റോയി ജാഥ നടത്തിയ? സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധിക്കുവാൻ കേട്ടോ. ലാല ലജ്പത് റോയി മരണമടഞ്ഞത് 1928 ഡിസംബർ 17. കാരണം മാരകമായി പരിക്കേറ്റു. ഒടുവിൽ മരണത്തിന് കീഴടങ്ങാം. ഗുരുവിന്റെ പേര് ഭഗത് സിംഗിന്റെ ഗുരു കർത്താർ സിംഗ് സാരഭ, രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നത് ചന്ദ്രശേഖർ ആസാദിനെ. പത്രം ദ ഹിന്ദുസ്ഥാൻ, മാസിക കോമ്രാഡ്, പുസ്തകം വൈ ഐ ആം ആൻ എത്തിസ്റ്റ്. തൂലികാനാമം എന്ന് പറയുന്നത് വിദ്രോഹി, ബൽവന്ത് കൂടാതെ രഞ്ജിത്ത് എന്നിവ. അവർ എന്നെ കൊന്നേക്കാം, പക്ഷേ എന്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല എന്നത് ഭഗത് സിംഗിന്റെ പ്രശസ്തമായ വാക്യമാണ്. മുഴക്കിയ മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ്. തൂക്കേറിന് മുന്നിൽ പോലും മുഴക്കിയെന്നാണ് പറയുക. എന്നാൽ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതെന്നാണ് ചോദ്യമെങ്കിൽ അത് മൗലാന ഹസ്രത് മൊഹാനിയാണ്. മൗലാന ഹസ്രത് മൊഹാനിയാണ്. ഏത് വർഷം? 1921. ഈ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ, ആദ്യമായി മുഴക്കുന്നത് മൗലാന ഹസ്രത് മൊഹാനി. 1929 ഏപ്രിൽ 8 കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ സഹായിയായി ഉണ്ടായിരുന്നത് ബതുകേശ്വർ ദത്ത്. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഈ ബോംബേറ. ഭഗത് സിംഗിനെ അറസ്റ്റ് ചെയ്ത സൈനിക നടപടി ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് എന്നറിയപ്പെടുന്നു. ഒടുവിൽ 1931 ഫെബ്രുവരി 14 അവസാന അപ്പീൽ നിരസിക്കുകയും വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു. ഒടുവിൽ 1931 മാർച്ച് മാസം 23 ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നു. ജനരോഷം ഭയന്ന്
മൃതശരീരം പോലും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തില്ല. ബ്രിട്ടീഷുകാർ തന്നെ സംസ്കരിച്ചു എന്ന് പറയുന്നു. എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ സത്ലജ് നദിയിലെന്ന് പറയുന്നു. അതുകൊണ്ട് നിലവിൽ അന്ത്യവിശ്രമ സ്ഥലമായി കണക്കാക്കുന്നത് സത്ലജ് നദിക്കരയില് അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് ഹുസൈനി വാല എന്ന്. ക്ലിയർ ആണ്? യെസ്. വിശേഷണം ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി. രക്തസാക്ഷികളിലെ രാജകുമാരൻ അഥവാ ഷഹീദ് ഇ അസം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയുമാണ്. ക്ലിയർ ആണ്? അപ്പൊ ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ ഇന്നേ ദിവസം പൂർണ്ണമായി പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ദേശീയ വിപ്ലവകാരികളെ കുറിച്ചാണ് പഠിച്ചിരുന്നത് അല്ലെ? ഇനി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ എത്തിച്ചേരും. ദേശീയ പ്രസ്ഥാനങ്ങളും പിന്നെ പ്രധാന സമരങ്ങളും ഒക്കെ. ഓക്കെ. അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചു മുന്നോട്ട് പോവുക.